അയ്യോ 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 എന്നടാ മുട്ടാൾ. நான் அப்பவே பணம் வேணான்னு இப்ப என்னாச்சு? அப்புறம் பேசலாம், முதல்ல வண்டி ஏத்து. ஏத்துறா ஏத்து சீக்கிரம். பே வீடு சார், இது பே வீடு. எவ்வளவு சீக்கிரம் போக முடியுமா தப்பிச்சு போயிடு. കുഴപ്പമാടാ, ഇവിടെ എന്തൊക്കെയോ കാര്യമായ കുഴപ്പമുണ്ട്. ഉണ്ടാവും. ചങ്കിന് ഉഗ്രം ചവിട്ടല്ലേ കിട്ടിയത്. പോത്തെ അതല്ല, ഈ സ്ഥലത്തിന് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഇത് വിട്ടിട്ട് പോകുന്ന ബുദ്ധി. ഏയ് അങ്ങനെയൊന്നുമില്ലടാ, ഇന്നലെ രാത്രി ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. മിണ്ടരുത്, നീ മിണ്ടരുത്. എന്തൊക്കെയാടാ പറഞ്ഞത്? 3-4 ദിവസം ഉണ്ടാക്കി തനിച്ച് കിടന്ന് ഉറങ്ങി ഒരു കുഴപ്പമില്ല. എന്നിട്ടിപ്പോ ഇനി ഒരു അക്ഷരം വേണ്ടിയ കുത്തി കുടലെടുക്കും ഞാൻ. ചതിയൻ, ശാപം. എന്തിനാടാ വെറുതെ ഞങ്ങളെ കൂടെ ഇതിൽ വലിച്ചു ചാടിച്ചത്? ശരിയാടാ, ഞാൻ ചതിയനാ. നിങ്ങളെയൊക്കെ ഞാൻ ചതിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നിങ്ങളെ ചതിക്കണമെന്ന് കരുതി ചെയ്തതല്ല. നിങ്ങൾ പറഞ്ഞ ശരിയാ. ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാ. ശാപം പിടിച്ച സ്ഥലമായത്. ശാപങ്ങൾ ഏറ്റുവാങ്ങുക എന്നത് എന്റെ വിധിയാ. ഞാൻ കാരണം നിങ്ങൾക്കൊരു ദോഷം ഉണ്ടാകരുത്. പൊയ്ക്കോ, എല്ലാരും പൊയ്ക്കോ. അപ്പൊ നീ വരുന്നില്ലേ? ഞാനില്ല. ഇതെന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പ. ഇതില്ലെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. നിങ്ങളൊക്കെ പോയി വലിയ നിലകളിലായി. എനിക്കുണ്ടടാ ഒരുപാട് സ്വപ്നങ്ങള്, കാറും വീടും പത്രാസും ഒക്കെ. ഒന്നുകിൽ ഞാനിത് പിടിച്ചു കയറും, രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഇതോടെ ഞാനിവിടെ ഇല്ലാതാകും. രണ്ടിലൊന്നും അറിയാതെ ഞാനിത് എങ്ങോട്ട് വിട്ടണം? തോമസുട്ടി, എന്താടാ വേണ്ടത്? പോവാടാ, എങ്ങനെയെങ്കിലും അവനെയും കൂട്ടി ഇവിടുന്ന് പോവാം. പോകാം. അതിനു മുമ്പ് ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കണം. ഒന്നുകൂടിച്ചേ. എന്നെ വേണോ? ഗുഡ് മോർണിംഗ് ഡൊറോത്തി മാഡം. ആക്ച്വലി ഒരു പ്രോബ്ലം. ഇവിടുത്തെ വേലക്കാരിയാടാ. ലുക്ക് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മദാം മേരി. അമ്മ, நாங்க டொரோத்தி மேடத்தை பார்க்க வந்தது. ഇത് തന്നെയല്ലേ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത്. மேடம் இங்க இல்ல, மங்களாபுரம் போயிருக்கு. வர இன்னும் 2 வாரம் ஆகும். ഓ വാ. നിക്ക് ഒരു മിനിറ്റ്. അത് പിന്നെ മാഡത്തിന്റെ നമ്പർ ഇരിക്കുമാ വേലക്കാരി? இருக்கு. 0426 625446. ബെല്ലടിക്കുന്നുണ്ട്, വെയിറ്റ്. வீட்டுக்குள்ள யாரும் இல்ல சார். மேடம் மங்களாபுரம் போயிருக்கு. മാഡം ഇങ്ങ ഇല്ല, മംഗലാപുരം പോയിருக்கு. ഓഹോ, ഇന്നിനി നീ മിണ്ടരുത്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഇതിൽ വന്നൊരു പരസ്യം കണ്ടാ ഞാൻ അവരെ ബന്ധപ്പെട്ടത്. ഇതാ എവിടെ നോക്കട്ടെ. വരന് ആവശ്യമുണ്ട്. നായർ യുവതി മൂലം വെളുത്ത നിറം. ഇങ്ങോട്ട് മാറാ, വൃത്തികെട്ടവൻ. 98840. ഹലോ, ഞാൻ തോമസ് ഉലുപ്പ. ഹലോ സാർ. അല്ല, ദൊരോത്തി മേഡത്തിനെ കാണാൻ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നു. மேடத்தோட ட்ரீட்மெண்ட்டுக்காக நாங்க இப்ப வெளியூர்ல இருக்கோம் சார். என்ன சார் விஷயம்? അത് ആ ബംഗ്ലാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കാനായിരുന്നു. எதுக்கு சார்? விலை பேசி உங்க பேர்ல ரெஜிஸ்டர் பண்ணி கொடுத்தாச்சு. இனிமே அந்த விஷயத்துல எங்களுக்கு எந்த சம்பந்தம் இல்ல. അല്ല, അത് ഒരു ചെറിയ പ്രശ്നം. சார், நீங்க சொல்ல போற விஷயம். எஸ், கம் இன். சார், உங்க பிரச்சனை எனக்கு தெரியும். அதுக்கு எங்களால எதுவும் செய்ய முடியாது. நீங்க ஒண்ணு பண்ணுங்க சார். அங்க ஃபாதர் டாமினிக்னு ஒருத்தர் இருக்காரு. நீங்க அவரை காண்டாக்ட் பண்ணுங்க. அட்ரஸ் நான் உங்களுக்கு மெசேஜ் பண்றேன். ഞങ്ങൾ എന്തിനാ അങ്ങനെ? സോറി സാർ, ഐ എം ബിസി. എന്താടാ അയാൾ എന്താ പറയുന്നത്? ഫാദറിനെ കോണ്ടാക്ട് ചെയ്യാൻ. ഫാദറിനെയോ? അതിന് നിന്റെ ഫാദർ ചത്തുമില്ലേ? പിന്നെ എവിടെ പോയി കോണ്ടാക്ട് ചെയ്യാനാ? സെമിത്തേരിയില്ല. അതല്ല, ഫാദർ ഡൊമിനിക്കിനെ അന്ന് കണ്ട അഡ്രസ് മെസ്സേജ് ചെയ്യാമെന്ന്. അയാളെ എന്തിനു നമ്മൾ പോയി കാണണം? അഡ്രസ് എന്തെങ്കിലും ആവട്ടെ, നമുക്കൊന്ന് പോയി കാണാം. ഞാനില്ല. നീ വരണം തോമസുട്ടി. നീ വനും കൂട്ടി വീട്ടിലേക്ക് അല്ലേ? ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫാദറിനെ കണ്ടിട്ട് വരാം. ഞാൻ കൂടി ഇല്ലാതെ എങ്ങനെയാ? എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് അങ്ങനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഓടാ. കറക്റ്റ്. ഈ സമയത്ത് പെണ്ണുങ്ങളുടെ സേഫ്റ്റിക്ക് ഞാൻ ബംഗ്ലാവിലുണ്ടാകുന്നത് നല്ലതാ. പെണ്ണുങ്ങളൊന്നും കയറി പറയരുത്. അത് രാവിലെ തന്നെ ഞങ്ങളങ്ങ് പോകും.
2 ദിവസത്തേക്കെന്ന് വെച്ച് വന്നതാ. ഇവിടെ സഹായത്തിനൊരു തമിഴെത്തി പെണ്ണ് നമ്മുടെ ഭരതക അവളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ കലാപരിപാടി തുടങ്ങി. അയ്യോ ഇവിടെ ഇതില്ലാതെ പിടിച്ചിരിക്ക വലിയ പാടാ മോള്. എന്തൊടുക്കത്തെ തണുപ്പാ. 2 കൂടുതൽ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദാ വരുന്നോ. അങ്ങനെ ഒരു കള്ള സന്യാസിയുടെ വിരട്ട് കേട്ട് ഓടിപ്പോവാൻ ഈ മഹാദേവനെ കിട്ടില്ല. അയാൾ ആര്? നോച്ചർഡാമസാ. നാളെ അന്തി ഉറങ്ങുന്നതിന് മുമ്പ് ഒരാൾ ചാവുന്നു. അങ്ങനെ ചാവുന്നേ ചാവട്ട്. കാണാൻ അതല്ല മഹാദേവ അയാൾ പറഞ്ഞത്. നാളെ അന്തി ഉറങ്ങുന്നതിന് മുമ്പ്. എന്താ നിർത്തിക്കളഞ്ഞത്? അന്തി ഉറങ്ങാൻ? അല്ലല്ല, ഞങ്ങളിവിടെ സാധാരണ ഈ അതല്ല അല്ല ഞാൻ പറയായിരുന്നു. വേറൊന്നുമില്ല ജാനകി, ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ ഇന്ന് അന്തി ഉറങ്ങാൻ ആ മരത അല്ലല്ല ആ ഫാദർ ഡൊമിനിക്കിന് അന്തി ഉറങ്ങാൻ മരത കുയില്ലേ? പട്ടി കപ്പാസിറ്റി അല്ല, കഴിക്കാൻ നിൽക്കരുത് കേട്ടോ. ആർക്കടാ പട്ടി കപ്പാസിറ്റി ഇല്ലാത്തത്? ശരിയാ, ഞാൻ ഫിറ്റായി പോയി. അപ്പൂട്ടാ എനിക്കിനി ഒഴിക്കണ്ട. എന്റെ ജാനകി, പാവാ ജാനകി. വാ കാണിച്ചു തരാം. വെറുതെ ഇല്ല, അവളുടെ പുറത്ത് മണത്ത് ഒരാള് ചാവുമെന്ന് അയാൾ പറഞ്ഞത് സത്യമാവുന്നാ തോന്നുന്നു. ഒരെണ്ണം ഒഴിക്ക്. നീ ഫിറ്റല്ലേ? ആര് പറഞ്ഞു? അത് വെറും ആക്ടിംഗ് ആയിരുന്നു. നിനക്ക് മനസ്സിലായില്ലേ? അയ്യോ, ആക്ടിംഗ് ആയിരുന്നു. മനസ്സിലാവേ ഇല്ല. അല്ല മഹാദേവ, ഞാൻ പറയുന്നത് അതൊക്കെ പിന്നെ ഇപ്പൊ എന്താണ് എന്താ ജെസി, അയ്യോ മാറ്. എന്താ പറ്റിയത്? അത് സ്റ്റൗവിന്റെ തീ പിടിച്ചതാ. അയ്യോ വണ്ടി എടുക്കണം. അടുക്കളല്ലോട്ടാ, മിണ്ടായിരിക്കടാ. ജെസി ഒന്ന് ചൂട് വെച്ചാലോ? ജെസ്സി പതുക്കെ പതുക്കെ അങ്ങോട്ട് കിടത്തും. അതിന് മാത്രമൊന്നുമില്ല. മോളെ വാടാ, വണ്ടി എടുക്കാം. ഹാളിലേക്കാ. എന്താടാ? ടയർ പഞ്ചറടാ, മാറ്റിയിടണം. അതൊന്നും വേണ്ട. ഈ ഹൈ റേഞ്ചിലെ തണുപ്പത്ത് ടയറൊക്കെ ആര് കാണാൻ? ഇങ്ങോട്ട് പതുക്കെ. എന്താണ് വണ്ടി എടുക്കാത്തത്? ടയർ പഞ്ചറായി കുറച്ച്, ഇപ്പൊ ശരിയാവും. ഒന്നുമില്ല, കരയാതിരിക്കേ. അപ്പൂട്ടാ എന്തെങ്കിലും ചെയ്യടാ. ഞാൻ എന്ത് ചെയ്യാനാടാ? വല്ല പല്ലുവേദനയാണെങ്കിൽ നോക്കായിരുന്നു. സ്റ്റെപ്പിനും പഞ്ചറാടാ. എടാ, ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റിയ ഏതെങ്കിലും ഡോക്ടറെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? എടാ എന്റെ കയ്യില് എന്റെ വേഗം വിളിക്ക്. പക്ഷെ ബോംബെയിൽ നിന്നൊക്കെ എത്തുമ്പോ താമസിക്കോ? ബോംബെ സോറി, മുംബൈയിൽ നിന്ന്. ഒന്നും ഇടിയച്ചെന്നുണ്ട്. സാർ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പൊ ഞങ്ങൾക്കൊരു ഫേവർ. ഐ ആം ഡോക്ടർ ക്രിസ്റ്റഫർ. ഈശോയെ, പെട്ടെന്നുള്ള ഷോക്കിന്റെ. ഷോക്കടിച്ചതല്ല, തീ പിടിച്ചതാ. സത്യം. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? കുഴപ്പമൊന്നുമില്ല. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ഉറങ്ങിക്കോട്ടെ. പിന്നെ അവര് പ്രഗ്നന്റ് ആയതുകൊണ്ട് കുട്ടിയുടെ കാര്യത്തിൽ ഇവിടെ ക്ലിനിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ കുറവാ. എന്നാലും യാത്ര ഒഴിവാക്കുന്ന എന്തിനും നല്ലത്. രാവിലെ ക്ലിനിക്കിലേക്ക് ഒന്ന് കൊണ്ടുവരൂ. ശരി ഡോക്ടർ. ഡോക്ടർ, യെസ്. ഡോക്ടർ ആര് പറഞ്ഞിട്ടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതെന്താ അങ്ങനെ ചോദിച്ചത്? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞത്? ആര്? ഫാദർ ഡൊമിനിക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.